കൊടിയ കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട ലോകത്തേക്ക് തള്ളിവിടുന്ന ലഹരി ഉപയോഗത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും ദൃശ്യങ്ങളും ന്യൂസ് മലയാളം പുറത്തുവിടുന്നു. രാസലഹരി ഉപയോഗിക്കുന്നതും ലഹരി ചോക്ലേറ്റ് നിർമ്മിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ലഹരി നൽകി പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നതും വ്യാപകമാണ്. പണി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ലഹരി വിൽപ്പന നടക്കുന്നത്. ഇത്തരത്തിൽ കൊച്ചിയിൽ ലഹരി വിൽപ്പനയ്ക്ക് വിദ്യാർത്ഥികളെയും കരുക്കളാക്കുന്നു. ബംഗാളിൽ നിന്ന് മുന്തിയ ഇനം കഞ്ചാവ് എത്തിക്കുന്നതിനെ കുറിച്ചാണ് ഗ്രൂപ്പ് ചാറ്റിൽ ചർച്ച. ലഹരി ഗ്രൂപ്പിൽ ചേരാൻ പോലീസ് ജീപ്പിന് മുന്നിലൂടെ നടന്ന് കഞ്ചാവ് വലിക്കുന്നതിന്റെ ചിത്രം പങ്കുവയ്ക്കണം എന്നതടക്കം മനഃശക്തി പരീക്ഷണങ്ങളുമുണ്ട്. കഞ്ചാവ് ഞങ്ങളുടെ നടപ്പാക്കിയിട്ടില്ല. കഞ്ചാവ് തരാ ഇത് മലയാളികളുടെ കളിയല്ലട, ബംഗാളികളുടെ കളിയാണ്. ഡയറക്റ്റ് ഡീലാണ് വെച്ചാൽ നല്ല കിട്ടില്ല കഞ്ചാവ്. അടിച്ചു നോക്കിയിട്ട് അത്ര അടിയിട്ട് കഞ്ചാവ് കയറിയില്ല. പെൺപിള്ളേരായിട്ട് കൗട്ടടിക്കാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായി? പെൺപിള്ളേരായിട്ടും നല്ല കൗട്ടടിക്കാൻ പോയി. ധാറേഷൻ ഉണ്ടായി. അവൻ ഞാൻ മേടിച്ച് അപ്പോൾ അവൻ്റെ ചിക്കുണ്ടായി. അപ്പോൾ അവൻ നന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ എൻ്റെ കമ്പനിക്കകത്ത് അപ്പോൾ അവിടെ ഇങ്ങനെ തന്നെ ഞാനതിന് കമ്പനിക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പുറത്ത് നിന്നുള്ളവന്മാർക്കൊന്നും കൊടുക്കൂല. മെഡിസിനൊക്കെ കുഴപ്പമില്ല. നല്ല കിണ്ണാൻ ട്രിപ്പാണ്. എന്താണ് കെമ്മാണ്. പക്ഷേ കുത്തിയൊന്നും കിട്ടൂല. സാധാരണ നോർമല് പണിയായിരിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയും തിരുവനന്തപുരത്ത് നിന്ന് VS അനുവും കോഴിക്കോട് നിന്നും ബെൻസൺ ബാബുവുമാണ് ചേരുന്നത്. ആദ്യം സഹിൻ ആന്റണിയിലേക്കാണ്. സഹിൻ, നമ്മൾ ഏറെ നിർണായകമായ ദൃശ്യമാണ് ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്നത്. ഏത് രീതിയിലാണ് ലഹരി വിൽപ്പന നടക്കുന്നത് എന്നുള്ളത്. അതിന് പ്രത്യേകം വാട്സാപ്പ് ചാറ്റുണ്ട്. അതിൽ വിദ്യാർത്ഥികളും പങ്കാളികളാണ്. അതും ലഹരി വിൽപ്പനയ്ക്ക് വിദ്യാർത്ഥികളും പങ്കാളികളാണ്. അതുപോലെ ചോക്ലേറ്റിൽ ലഹരി കലർത്തി പെൺകുട്ടികൾക്ക് ചൂഷണം ചെയ്യാനായി നൽകുന്നു എന്നുള്ള തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതുപോലെ നമ്മൾ ആ റിപ്പോർട്ടിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതായത് പരീക്ഷണങ്ങൾ ഉണ്ട് ഇതിൽ ലഹരി വിൽപ്പന നടത്തുന്നതിൽ. അതിൽ മനഃശക്തി പരീക്ഷണങ്ങൾ അടക്കമുണ്ട്. അതിൻ്റെ മാനദണ്ഡമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു. എന്താണ് ശരിക്കും ഈ യുവാക്കൾക്കിടയിൽ നടക്കുന്നത്? ഈ ലഹരി ഇങ്ങനെ വരുന്ന വഴി എങ്ങനെയാണ്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ലഹരി ഉപയോഗം മാത്രമല്ല ലഹരിയുടെ വിൽപ്പന കൂടി കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബംഗാളിൽ നിന്നെല്ലാം കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്താനാണ് വിദ്യാർത്ഥികൾ പദ്ധതിയിടുന്നതും അത്തരത്തിലാണ് അവർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നതും. മാത്രമല്ല ഈ കൂട്ടം കൂടിയിരുന്ന് ലഹരി ഉപയോഗിക്കുക, അതിൽ തന്നെ മുന്തിയ ഇനം ലഹരി മരുന്നായ ഹെറോയിൻ, കൊക്കൈൻ, ഒപ്പം തന്നെ ബ്രൗൺ ഷുഗർ തുടങ്ങിയ ലഹരി വസ്തുക്കളാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സാധാരണക്കാരായ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ലഹരി വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഈ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. മാത്രമല്ല ഇവർ കൂട്ടം കൂടി ഇന്ന് ഈ ഹാഷിഷ് ഓയിലെല്ലാം ഉപയോഗിക്കുന്നത് ആ ദൃശ്യങ്ങൾ അവർ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തുകയും അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലുമെല്ലാം ഇടുകയും ചെയ്യുന്നു. എന്നിട്ട് ഇതുപോരാതെ ഈ ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളാകുന്നതിന് ചില മനഃശക്തി പരീക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കഞ്ചാവ് വലിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിൻ്റെ വശങ്ങളിലൂടെ നടക്കുക, അത് വീഡിയോയിൽ പകർത്തി ആ വീഡിയോ ദൃശ്യങ്ങൾ അത് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആ ഗ്രൂപ്പിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. കൂടാതെ ഇത്തരത്തിൽ ഇവർ ഈ കൂട്ടം കൂടിയിരുന്ന് കഞ്ചാവ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഹെറോയിൻ, കൊക്കൈൻ, ഹാഷിഷ് ഓയിലെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് ഈ മൊബൈൽ ഫോണിൽ പകർത്തുക, അത് ഗ്രൂപ്പുകളിൽ ഇടുക. ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന പാർട്ടികൾ, ഇത്തരം പാർട്ടികൾ അവരുടെ ഗ്രൂപ്പുകളിലിട്ട് തങ്ങളുടെ ശക്തി അറിയിക്കുക എന്നുള്ളതാണ്. ആ ഗ്രൂപ്പുകളിലേക്ക് പുതുതായി കൂടുതൽ ആളുകളെ കൊണ്ടുവരിക. അങ്ങനെ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഇവർ തന്നെ ഈ കഞ്ചാവിന് ചില അല്ലെങ്കിൽ ഈ ലഹരിക്ക് ചില പ്രൊമോഷൻസ് ഇവർ തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ലഹരി മരുന്നാണ്, അത് ഒറ്റ വലിക്ക് തന്നെ തലയിൽ പിടിക്കും. അങ്ങനെ ഇത് വലിച്ചാൽ എല്ലാം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഒരു മായാലോകത്തായി മാറുമെന്നുള്ള ഒരു വ്യാപകമായ പ്രചരണം ഇവർ കൊടുക്കുകയാണ്. ഇതും 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഇതിലേക്ക് പെൺകുട്ടികളെ കൂടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പെൺകുട്ടികൾ വ്യാപകമായി പെൺകുട്ടികളും ഇതിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവരെ ലഹരിക്ക് ചോക്ലേറ്റുകൾ നൽകി അവരെ ഉപയോഗപ്പെടുത്തുക, അവരെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ശാരീരികമായി ചൂഷണം ചെയ്യുക എന്നുള്ള നിലയിലേക്ക് പോകുന്നു. പിന്നീട് അവരെ ഈ
ലഹരി മരുന്നിൻ്റെ വിൽപ്പനക്കാരും ആക്കി മാറ്റുന്നു. അങ്ങനെ ഒരാളുടെ ജീവിതം ഏതെല്ലാം തരത്തിൽ തകർക്കാൻ കഴിയുമോ ആ രീതിയിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി ക്രിമിനലുകൾ. അത് ആ കുട്ടികളെ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഈ ഒരു ക്രിമിനൽ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് ഈ കൂട്ടവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗവും വ്യാപനവും അത് സാധുക്കളായ കുട്ടികളിലേക്ക് എത്തിച്ച് അവരെ കൂടി ഇതിൻ്റെ കണ്ണിയായി മാറ്റുകയാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ചെയ്ത വീരകഥകൾ, കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഇന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തി അതിൻ്റെ ലാഭം കൊണ്ട് പാർട്ടി നടത്തി അതൊരു വീര സാഹസിക കഥയായി മറ്റുള്ളവർക്കുള്ളിൽ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന സംഘം അവർ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 വയസ്സുവരെയുള്ള കുട്ടികളാണെങ്കിലും ഭയപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാകും അത്രയ്ക്കും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടമായി യാതൊരു ബോധവുമില്ലാതെ വെളിവെല്ലാം നശിച്ച് അവർ ലഹരി ഉപയോഗിക്കുന്നു. ആ സംഘത്തിലേക്ക് ആരെങ്കിലും അബദ്ധവശാൽ കയറി ചെന്നാൽ അവരെ ആക്രമിക്കാൻ ഇക്കൂട്ടർ ഒരു മടിയും കാണിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇവർക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയാൽ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക, ഇതെല്ലാം കാലങ്ങളായി ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘത്തെക്കുറിച്ച് കൃത്യമായി പോലീസിന് വിവരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാവരും തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ചിറ്റൂര്, പച്ചാളം, ഏരൂർ, എറണാകുളം നഗരം ഇവിടങ്ങളിലെല്ലാം ഓരോ സംഘങ്ങളായി ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുവരുന്നു. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ അങ്ങ് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുകയാണ്. അതെല്ലാം ഈ അവർ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തി ആ ഗ്രൂപ്പുകളിലിടുന്നു. ആ ഗ്രൂപ്പുകളിൽ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു രീതി. ഒരുപക്ഷെ ഇന്ന് വരെ കാണാത്ത ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതെല്ലാം വിദ്യാർത്ഥികളാണ്. അവരുടെ മുഖം കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ മുഖം കാണിക്കാത്തത്. കൃത്യമായ മുഖം നമ്മൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസിലേക്കും ഈ സാധനങ്ങളൊക്കെ ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ നടപടികൾ ഉണ്ടാകും. ഈ തെറ്റുകാരെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷകൾ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ച് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും വലിയൊരു സംഘം ലഹരി വിൽപ്പനയ്ക്കും ഒപ്പം തന്നെ ലഹരി ഉപയോഗത്തിനും വേണ്ടി വലിയൊരു സംഘം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ആ സംഘത്തിൻ്റെ ചെയ്തികൾ ഒരുപക്ഷേ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന ചെയ്തികളാണ് ഇവർ കഴിഞ്ഞ ഏതാനും നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലൂടെ ശക്തമായി പ്രവർത്തിക്കുന്ന ഈ സംഘം അവരുടെ പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെ ഈ വലയിലേക്ക് കൊണ്ടുവന്ന് ആ പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് കളയുന്ന രീതിയിലാണ് ഈ കൂട്ടരുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഓരോ പെൺകുട്ടികളെയും ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ഈ ലഹരി കൊടുത്ത് ഈ കുട്ടികളെയെല്ലാം അവരുടെ ബോധനിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തി അവരെ തകർത്ത് അവരുടെ ജീവിതം തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് നശിപ്പിച്ചു കളയുന്ന രീതിയിലേക്കാണ് ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാതി. അതെ, അതുതന്നെയാണ് സഹിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണ് ഏറെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മുടെ യുവാക്കൾ കടക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പല വഴികളിലൂടെ ലഹരി എത്തുന്നു. അത് മറ്റുള്ളവരിലേക്ക് കൈമാറാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അതും ഏറെ പേടിപ്പെടുത്തുന്നതാണ്. പിന്നെ സമാനമായി സമീപകാലത്തുണ്ടായ കുറേ സംഭവങ്ങൾ, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ചെയ്ത ക്രൂരതകളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലഹരി ഏതൊക്കെ തരത്തിലാണ് ഇവിടേക്ക് എത്തുന്നത്, ഏതൊക്കെ തരത്തിലാണ് യുവാക്കളിലേക്ക് അത് എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, ആ വഴികളൊക്കെ ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇത് കൃത്യമായ അന്വേഷണം, കൃത്യമായ ബോധവൽക്കരണം എല്ലാം ഇവിടെ ഇതിൽ ആവശ്യമാണ് എന്നുള്ളതാണ്